ഹായ് ഫ്രണ്ട്സ്, എസ് പി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികൾക്കുള്ള ഡഗ്രി ഡ്രസ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ 1.5 മീറ്റർ വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇന്നറിന് വേണ്ടിയിട്ടാണ്. അതൊരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ്. 1/2 മീറ്റർ എടുത്തിട്ടുണ്ട്. ലൈനും തുണിയും 1/2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും എൻ്റെ കയ്യിലുണ്ടായിരുന്ന കട്ട് പീസാണ് എടുത്തിരിക്കുന്നത്. 4 വയസ്സ് മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ മെഷർമെൻറ്റിലാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ മെഷർമെൻറ്റ് അനുസരിച്ച് ഇതിൽ ചേഞ്ച് വരുത്തി ഇതേ മോഡലിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഫസ്റ്റ് നമുക്ക് ഇന്നർ കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ലൈനിങ് തുണി 2ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് ലെങ്ത് ഉണ്ടോ എന്ന് നോക്കാം. എനിക്കിവിടെ 14 ഇഞ്ച് മതി. അപ്പോൾ കറക്റ്റായിട്ട് ലെങ്ത് ഉണ്ട്. ഇനി നമുക്ക് വീതി വാക്കിന് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യാം. കറക്റ്റ് നമുക്ക് എത്രയാണോ ഡ്രസ്സിന് വീതി വേണ്ടത് അത് കറക്റ്റായിട്ട് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടുക. അപ്പം ഞാനിവിടെ 4ആയിട്ട് ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ ഷോൾഡർ 5 ഇഞ്ചാണ് വേണ്ടത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ പോയിന്റിൽ വെച്ച് തന്നെ താഴത്തായിട്ട് ആം ഹോൾ മാർക്ക് ചെയ്യണം. അതും 5 ഇഞ്ച് തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ 2 പോയിന്റ്സും ഒന്ന് യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്യാം. ഇനി ചെസ്റ്റ് വിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിവിടെ ഞാൻ 6 ഇഞ്ചാണ് എടുക്കുന്നത്. 1.5 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ആം ഹോളിൻ്റെ ആ പോയിന്റിൽ വെച്ചിട്ട് മുകളിലോട്ട് ഒരു 1-1.25 ഇഞ്ചോ മാർക്ക് ചെയ്ത ശേഷം ഒന്ന് ഷേപ്പായിട്ടൊന്ന് വരച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് എടുക്കേണ്ടത്. നെക്ക് നമ്മൾ സാധാരണ എടുക്കുന്നതിൽ നിന്ന് അളവുകൾ കുറച്ചാണ് എടുക്കേണ്ടത്. അപ്പം ഞാൻ സാധാരണ 2 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. ഇവിടെ 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ലെങ്തും 2.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ബാക്ക് നെക്കിനായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 2 പോയിന്റ്സ് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ടിൽ 2.5യും ബാക്കിൽ 2 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ പോയിന്റിൽ വെച്ചിട്ട് തന്നെ അവിടുത്തെ ഷേപ്പ് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്കിവിടെ 13 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്തിട്ട് 14 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് എത്രയാണോ ഉള്ളത് അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്താൽ മതി. ഞാനിവിടെ 8.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ച് മതി. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കണം. എന്നിട്ട് ഈ ലാസ്റ്റ് ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ഷേപ്പായിട്ടൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കാം. നമ്മളിപ്പം മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് മുകളിലോട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2.5 ഇഞ്ചാണ് നമുക്കവിടെ ഓപ്പൺ വേണ്ടതെങ്കിൽ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിലാണ് എടുക്കേണ്ടത്. എന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കി നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ്സ് ഒക്കെ ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരയ്ക്കണം. ഈ താഴ്ഭാഗത്ത് ഇത്രയും വരുന്നത് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഭാഗം ഒതുങ്ങി വരും. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ നമുക്ക് ഈ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ പീസ് എടുത്ത് മാറ്റിയ ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്ത ശേഷം നമുക്ക് ബാക്ക് പീസിൽ ഒരു 3-3.5 ഇഞ്ചോ താഴ്ത്തി സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അത് ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് അല്ലെങ്കിൽ അത് ഇടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. മുതിർന്നവർക്ക് ഈ ഒരു മോഡൽ ചെയ്യുമ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നല്ല തുണി 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട ശേഷം ഈ കട്ട് ചെയ്ത പീസ് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നെക്ക് പോയിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ക്ലോത്ത് ആദ്യം 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് 2 സ്ലീവ് ഒന്നിച്ച് കട്ട് ചെയ്യാൻ കണക്കാക്കിയാണ് ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ടിട്ടുള്ളത്. എനിക്കിവിടെ സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 2.5 ഇഞ്ചാണ്. എനിക്ക് അത്രേ ക്ലോത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് അതിലും കൂടുതൽ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ സ്ലീവിന് എടുക്കാം. ആം ഹോളിൻ്റെ ലെങ്ത് എനിക്കിവിടെ 7 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് 1.5 ഇഞ്ച് നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ആ ഒരു പോയിന്റിലേക്ക് മുകളിൽ നിന്നും ഇതുപോലെ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് കൈവണ്ണം വേണ്ടത് 4 ഇഞ്ചാണ്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് ഞാനിവിടെ ഒരു 5.5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 2 പോയിന്റ്സ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരയ്ക്കണം. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം.
സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് തുണി കട്ട് ചെയ്യാനായിട്ട് സ്ലീവ് ഇതേപോലെ ലൈനിങ് തുണിയുടെ പുറത്തായിട്ട് വെച്ച ശേഷം ഇതേ ഒരു അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതും കൂടെ ആകുമ്പോൾ നമ്മുടെ ഇന്നറിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്തുള്ള ടോപ്പിൻ്റെ കട്ടിംഗ് ആണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ആദ്യം രണ്ടായിട്ട് ക്ലോത്ത് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഭാഗം മറു സൈഡിലോട്ട് ഈ ഓപ്പൺ ഇല്ലാത്ത ഭാഗത്തോട്ട് ക്രോസ് ആയിട്ട് ഫോൾഡ് ചെയ്തിടണം. കണ്ടോ, ഇതേപോലെ ഫോൾഡ് ചെയ്തിടണം. ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തിടണം. എന്നിട്ട് എല്ലാ സൈഡും കറക്റ്റായിട്ട് ഒന്ന് പിടിച്ചു വെക്കണം. ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ ക്ലോത്തുകൾ കറക്റ്റായിട്ട് വെക്കണം. ഫസ്റ്റ് ഞാൻ സ്കർട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിൻ്റെ താഴ്ഭാഗത്തു നിന്നാണ് യോക്ക് ഭാഗത്തിന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്കർട്ട് ഭാഗം കട്ട് ചെയ്യണം. അതിന് മുന്നായിട്ട് നമുക്കിവിടെ ടോട്ടൽ ഡ്രസ്സിന് ലെങ്ത് വേണ്ടത് 27 ഇഞ്ചാണ്. ടോട്ടലായിട്ട് എനിക്ക് ലെങ്ത് വേണ്ടത്. എനിക്കിവിടെ യോക്ക് ഭാഗത്തിന് 9.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 27 ഇഞ്ചിൽ നിന്നും 9.5 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് നമുക്ക് സ്കർട്ട് ഭാഗത്തിൽ എടുക്കേണ്ടത്. അപ്പോൾ 17.5 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ 17.5 ഇഞ്ചാണ് സ്കർട്ട് ഭാഗത്തിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. 9.5 ഇഞ്ച് യോക്ക് ഭാഗത്തിനും 17.5 ഇഞ്ച് സ്കർട്ട് ഭാഗത്തിൻ്റെ ലെങ്തുമാണ് വരുന്നത്. ഇനി നമുക്ക് വേണ്ട അളവ് ഇടുപ്പ് വണ്ണമാണ്. അത് നമുക്ക് ഇവിടെ മുകളിലായിട്ട് മാർക്ക് ചെയ്യണം. അതിനായിട്ട് ടോട്ടൽ ഇടുപ്പ് വണ്ണം എടുക്കേണ്ടത് ഈ ഒരു സൈഡും അതുപോലെ തന്നെ മറു സൈഡും കൂടെ വരുമ്പോഴാണ് ടോട്ടലായിട്ട് നമുക്ക് ഇടുപ്പ് വണ്ണം വേണ്ടത്. ഈ ക്ലോത്ത് നമ്മൾ 4ആയിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിൽ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. 12 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ പകുതി എത്രയാണ്? 6 ഇഞ്ചാണ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. എക്സ്ട്രാ സീം അലവൻസ് ഒന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് നമുക്ക് എത്രയാണോ ഇടുപ്പ് വണ്ണം കിട്ടിയത് ആ ഒരു അളവ് തന്നെ ഇവിടെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് കോണായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യണം. അതിനായിട്ട് നമുക്ക് മുകളിൽ തന്നെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് നോക്കണം. കണ്ടോ, അപ്പോൾ എവിടെയാണോ നമുക്ക് 6 ഇഞ്ച് കിട്ടുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു 2 സൈഡിലും ടേപ്പ് ഇതുപോലെ മുകളിലൊന്ന് വെച്ചിട്ട് താഴോട്ട് എത്രയുണ്ടെന്ന് നോക്കണം. കണ്ടോ, 8 ഇഞ്ചുണ്ട്. 2 സൈഡും 8 ഇഞ്ച് തന്നെ വരണം. ഈ ഒരു രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പം ഈ ഒരു 2 സൈഡിൽ 8 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടണുണ്ടോ എന്ന് നോക്കണം. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഈ ഒരു 8 ഇഞ്ച് നമുക്ക് ഈ 2 സൈഡിലും കിട്ടിയ 8 ഇഞ്ച് സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ഒരു സെൻറ്ററിൽ കൂടെ ഇതുപോലെ കർവ് ഷേപ്പിലൊന്ന് വളച്ചൊന്ന് വരച്ചു കൊടുക്കണം. കേട്ടോ, ഇതേപോലെ വളച്ചൊന്ന് വരയ്ക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് ഇടുപ്പ് വണ്ണം കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഈ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ തന്നെ ടേപ്പ് വെച്ചിട്ട് താഴെ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം 17.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. സീം അലവൻസ് 1.5 ഇഞ്ചും കൂടെ ചേർത്ത് 19 ഇഞ്ചായിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇതേപോലെ ടേപ്പ് നീക്കി വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് ലാസ്റ്റ് വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ മാർക്ക് ചെയ്ത ആ പോയിൻറ്റ്സ് ഒന്ന് ഷേപ്പായിട്ടൊന്ന് കറക്റ്റ് യോജിപ്പിച്ചൊന്ന് വരച്ചു കൊടുക്കണം. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് നമ്മൾ ഇതേ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് സ്കർട്ട് ഭാഗം കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ മാത്രം എല്ലാം കൂടെ പ്ലേറ്റ് പോലെ കിടക്കും, അല്ലെങ്കിൽ സൈഡിൽ മാത്രം കിടക്കും. അങ്ങനെയൊന്നും വരില്ല. എല്ലാ സൈഡും ഒരുപോലെ വരണമെന്നുണ്ടെങ്കിൽ ഇതേ ഒരു രീതിയിൽ കട്ട് ചെയ്താൽ മതി. ഈ ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട് ചോദിക്കുന്നത്, വേസ്റ്റ് ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന്. അതാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നത്. നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പീസായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കുമായിട്ട് 2 പീസായിട്ട് കിട്ടും. നമുക്കിതൊന്ന് നിവർത്തിയിട്ട് നോക്കാം. കണ്ടോ, ഇതേപോലെ കിട്ടും. ഒരു പീസായിട്ട് ആദ്യം നമുക്കൊന്ന് നിവർത്തിയിടാം. കണ്ടോ, കറക്റ്റ് നമുക്ക് റൗണ്ട് ഷേപ്പായിട്ട് തന്നെ മുകൾ ഭാഗവും കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗവും കറക്റ്റ് റൗണ്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു ക്ലോത്ത് ഇതുപോലെ ആദ്യം ഒരു ഫോൾഡ് ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്യണം. അങ്ങനെ ഞാനിവിടെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ ടോട്ടൽ 9.5 ഇഞ്ചാണ് വേണ്ടത്. ടോട്ടലായിട്ട് യോക്ക് ഭാഗത്തിന് 9.5 ഇഞ്ച് വേണം. അതിൽ ഒരു 4 ഇഞ്ച് മുകളിൽ സ്ട്രാപ്പിനായിട്ട് കൊടുക്കണം. അപ്പോൾ 4 ഇഞ്ച് പോയിട്ട് എത്രയുണ്ടെന്ന് നോക്കണം. അപ്പോൾ 5.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 5.5 ഇഞ്ച് ഈ ഒരു ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. അതിനുശേഷം 5.5 ഇഞ്ച് നമുക്ക് എടുക്കണം. അത് പോയിട്ട്
ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് സീം അലവൻസ് വേണം. മുകൾ ഭാഗത്തും വേണം, താഴ്ഭാഗത്ത് ജോയിൻറ്റ് ചെയ്യാനായിട്ട് വേണം. അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാനിവിടെ 7 ഇഞ്ചായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കണം. കണ്ടോ, കറക്റ്റായിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറാണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ഷോൾഡർ എത്രയാണോ അത്. അപ്പോൾ ഞാനിവിടെ നേരത്തെ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു 5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ മാർക്ക് ചെയ്ത ശേഷം താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കണം. അപ്പം നമ്മൾ ചെസ്റ്റ് അല്ല മാർക്ക് ചെയ്യേണ്ടത്, ഷോൾഡറിൻ്റെ അളവാണ് അവിടെ മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് 1 ഇഞ്ച് ഒരു എക്സ്ട്രാ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നല്ല വീതിയിൽ ഫോൾഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തത്. നിങ്ങൾ നോർമലായിട്ട് സാധാ ഒരു 1/2 ഇഞ്ചാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഈ 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 പീസ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലത്തേക്കുമായിട്ട് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പീസ് എടുക്കണം. സ്ട്രാപ്പ് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. എത്രയാണോ നമുക്ക് സ്ട്രാപ്പിന് വീതി വേണ്ടത് അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്താണ് കട്ട് ചെയ്യേണ്ടത്. എനിക്കിവിടെ 1.5 ഇഞ്ചാണ് വേണ്ടത്. ഞാനിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിനി 1 ഇഞ്ച് മതി എന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക, സീം അലവൻസും കൂടെ ചേർത്ത്. അപ്പോൾ സ്ട്രാപ്പിൽ ഇതേപോലെയാണ് നമുക്ക് സ്ട്രാപ്പ് കിട്ടുന്നത്. ഒരു സൈഡ് 4 ഇഞ്ചും മറു സൈഡ് 4 ഇഞ്ചും. അപ്പോൾ 8 ഇഞ്ച് ടോട്ടലായിട്ട് നമുക്ക് 8 ഇഞ്ച് വേണം. 1 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് താഴ്ഭാഗമൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിനായിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ വേണം. അങ്ങനെ 9 ഇഞ്ചായിട്ടാണ് നമുക്ക് ലെങ്ത് എടുക്കേണ്ടത്. അതൊന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പീസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിവിടെ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. ക്ലോത്ത് ഒന്നും കൂടെ നമുക്ക് ഫോൾഡ് ചെയ്തിടാം. എന്നിട്ട് ഈ ഒരു പീസ് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. നല്ല സൈഡ് ഉള്ളിൽ വരുന്ന രീതിയിൽ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം. അപ്പോൾ 1/2 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 2 പീസിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല സൈഡ് പുറത്തെടുക്കണം. കേട്ടോ, ഇതുപോലെ നമുക്ക് നല്ല സൈഡ് പുറത്താക്കി എടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് മറു സൈഡിലും നല്ല സൈഡ് പുറത്തെടുക്കണം. ഇതിൻ്റെ സൈഡ് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് യോക്ക് ഭാഗത്തിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ 2 പീസുകളും എടുക്കണം. ആദ്യം നമുക്ക് ഇതിൻ്റെ 2 സൈഡുകളാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 1 ഇഞ്ച് വീതിയിൽ ഡബിൾ ഫോൾഡ് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് വീതിയിൽ ഡബിൾ ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യണം. അത് ശ്രദ്ധിക്കണം. അപ്പോൾ 2 സൈഡും നല്ല കട്ടി കാണും. അതുകൊണ്ടാണ് ഇത്തിരി വീതിക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. 2 സൈഡും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് നമുക്ക് മുകൾ ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ മറു പീസിലും 1 ഇഞ്ച് വീതിയിൽ ഡബിൾ ഫോൾഡ് കൊടുത്ത് ആദ്യം നമുക്ക് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മുകൾ ഭാഗവും ഡബിൾ ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യണം. ഞാനിവിടെ 2 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറു സൈഡ് നോക്കാം. കണ്ടോ, നല്ല വീതിയിൽ തന്നെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് സ്ട്രാപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ഈ 2 പീസിൻ്റെയും ചീത്ത സൈഡ് എടുക്കാം. ചീത്ത സൈഡിലായിട്ടാണ് സ്ട്രാപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആദ്യം ഒരു സൈഡിൽ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് മറ്റേ സൈഡ് മറു പീസിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്ട്രാപ്പ് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പം ഈ ഒരു ഭാഗത്ത് നല്ല ഫിനിഷിങ് കാണും. അപ്പോൾ ഇതേപോലെ തന്നെ മറു പീസും വെച്ചിട്ട് 2 സൈഡും ഒന്ന് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കർട്ടുമായിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് സ്കർട്ടിൻ്റെ സെൻറ്റർ ഒന്ന് ആദ്യം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ തന്നെ നമുക്ക് യോക്കും സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
ഇനി ഈ രണ്ടിൻ്റെയും സെൻറ്ററുകൾ ചേർന്ന് വരുന്ന രീതിയിൽ വെക്കണം. കണ്ടോ, ഇതേപോലെ സെൻറ്റർ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ആദ്യം സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഒരു സൈഡ് ആദ്യം സ്റ്റിച്ച് ചെയ്യുക, അത് കഴിഞ്ഞ് മറു സൈഡും, എന്നിട്ട് ഒന്നിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. 1 ഇഞ്ചാണ് അവിടെ സീം അലവൻസ് കൊടുക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ കിട്ടും. നമ്മളിവിടെ 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് 2 സൈഡിലുമായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ആദ്യം മുകൾ ഭാഗത്തുള്ളത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് അവിടെ സ്റ്റിച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് താഴോട്ട് അവിടെയുള്ളത് ജസ്റ്റ് ഒന്ന് ഡബിൾ ഫോൾഡ് കൊടുത്ത് താഴോട്ടൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ ലാസ്റ്റ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്കവിടെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഫ്രണ്ട് സൈഡും അതുപോലെ തന്നെ ബാക്കും അതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇനി നമുക്ക് മറു സൈഡും അതുപോലെ തന്നെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. സെൻറ്ററുകൾ ചേർത്ത് വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുക, അത് കഴിഞ്ഞ് മറു സൈഡും സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ ഇതുപോലെ തന്നെ 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് 2 സൈഡിലുമായിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇനി ഇതിൻ്റെ സൈഡാണ് ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടത്. സ്കർട്ട് ഭാഗം മാത്രമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. യോക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ 2 സൈഡുകളും ചേർത്ത് വെച്ചിട്ട് എത്രയാണോ നമ്മൾ സീം അലവൻസ് കൊടുത്തത് അതൊന്ന് മാർക്ക് ചെയ്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ മറു സൈഡും മുകളിൽ നിന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ഡബിൾ ഫോൾഡ് കൊടുത്ത് ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നർ സ്റ്റിച്ച് ചെയ്യണം. ഇന്നർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ലൈനിങ് തുണി നല്ല തുണിയുടെ നല്ല വശമായിട്ട് ചേർത്തിട്ടിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്ക് നെക്കും നമ്മൾ ഹുക്ക് വയ്ക്കാനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് താഴ്ത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇനി ഈ നമുക്ക് വേണ്ടാത്ത പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ തന്നെ നെക്കിൻ്റെ സൈഡുകളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ നല്ല സൈഡ് നമുക്ക് പുറത്തെടുക്കണം. നല്ല സൈഡ് എടുത്തിട്ടുണ്ട്. ഇനി ഈ നെക്കിൻ്റെ അരികൊന്ന് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണം. അതിനായിട്ട് ഇതുപോലെ ഷോൾഡറുകൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നിവർത്തി വെച്ച് ഈ ലൈനിങ് തുണിയും അതുപോലെ തന്നെ നല്ല തുണികളും ചേർന്ന് വരുന്ന രീതിയിൽ നിവർത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടും. ഇനി ഇതിനെ നിവർത്തി വെക്കാം. കണ്ടോ, തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് ഷോൾഡർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ നല്ല സൈഡ് ലൈനിങ് തുണിയായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ അരികൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിവർത്തി വെച്ചിട്ട് ലൈനിങ് തുണിയുടെ പുറത്തായിട്ട് അരികിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് നല്ല സൈഡിലായിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് സ്ലീവ് കിട്ടും. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം സെൻറ്റർ ഷോൾഡറുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് ഇതുപോലെ 2 പീസുകളും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് മറു സൈഡ് ഇതുപോലെ 2 പീസും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ മറ്റേ സൈഡും നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് 2 സൈഡും ഞാനിവിടെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡുകളും ജോയിൻറ്റ് ചെയ്യണം. അതിനായിട്ട് നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് ഈ നമ്മൾ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് മുകൾ ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഒരു സൈഡ് ഇതുപോലെ ഡബിൾ ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് മുകൾ ഭാഗത്തൂടെ വന്ന് മറു സൈഡും ഇതുപോലെ തന്നെ ഡബിൾ ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ചുരിദാറിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഇതേപോലെ ഡബിൾ ഫോൾഡ് കൊടുത്ത് ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇതേപോലെ മറു സൈഡിൽ ആ സ്റ്റിച്ച് ചെയ്ത് പോയി ഒന്ന് ആ ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് താഴ്ഭാഗം വരെ കൊണ്ടുവിടണം. ഇതേപോലെ 2 സൈഡ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ഡബിൾ ഫോൾഡ് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം.
ഇതുപോലെ തന്നെ മറു സൈഡും ഡബിൾ ഫോൾഡും എടുത്ത് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിലൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഷോൾഡറിൻ്റെ സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരെ ഇതുപോലെ പിടിക്കണം. എന്നിട്ട് നെക്കിൻ്റെ താഴെ നിന്ന് ടേപ്പ് വെച്ചിട്ട് ഒരു 6.5 ഇഞ്ച് താഴത്തായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് ഒരു 1/2 ഇഞ്ച് കയറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മാത്രം, 1/2 ഇഞ്ചല്ല, ഒരു 1/4 ഇഞ്ച് മാത്രം കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ തന്നെ മറു സൈഡിലും ആ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് തന്നെ പിടിച്ച് ഒരു 6.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് ഒരു 1/4 ഇഞ്ച് മാത്രം കയറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിൽ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും. ബാക്കിൽ പൊങ്ങിയൊന്നും നിൽക്കാതെ കറക്റ്റ് നല്ല ഫിനിഷിങ്ങിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഡോട്ടിട്ട് സ്റ്റിച്ച് ചെയ്തത്. കണ്ടോ, രണ്ട് സൈഡും ആ ഷോൾഡറിൻ്റെ സെൻറ്ററായിട്ട് വരുന്ന രീതിയിൽ തന്നെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തത്. നമ്മുടെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.